Good morning, students. Welcome back to another class on entrepreneurship development. In today's class, we are going to discuss two important topic. First one is the obstacles to entrepreneurship, or we can say it as the barriers to entrepreneurship. And the second part we discuss will be the qualities of a successful entrepreneur, what we call as common entrepreneurial traits. Now we can start with the obstacles to entrepreneurship. നമ്മൾ ഈ ഒരു ക്ലാസ്സിൽ രണ്ട് ഭാഗങ്ങളാണ് സംസാരിക്കാൻ ഉദ്ദേശിക്കുന്നത്. ഒന്ന് ബാരിയേഴ്സ് ടു എന്റർപ്രണർഷിപ്പ് അല്ലെങ്കിൽ ഒബ്സ്റ്റക്കിൾസ് ടു എന്റർപ്രണർഷിപ്പ്. എന്റർപ്രണർഷിപ്പിന് ഉണ്ടാകുന്ന തടസ്സങ്ങൾ എന്തൊക്കെയാണ്, അതിൻ്റെ പിന്നെ അതേപോലെ തന്നെ ഒരു നല്ല എന്റർപ്രണർക്ക് ഉണ്ടാവേണ്ടുന്ന കഴിവുകൾ എന്തൊക്കെയാണ് എന്ന കാര്യങ്ങളാണ് ഈ ക്ലാസ്സിൽ നമ്മൾ ഡിസ്കസ് ചെയ്യുന്നത്. ഇതിൽ വരുന്ന പോയിന്റുകളൊക്കെ നിങ്ങൾ ക്ലാസ് കേൾക്കുമ്പോൾ സാധാരണ ക്ലാസ്സിൽ ഇരിക്കുന്ന പോലെ നോട്ട് ബുക്കും ഒക്കെ എടുത്ത് വേണം ഇരിക്കാൻ. പോയിന്റുകളൊക്കെ രേഖപ്പെടുത്തി വെക്കണം. ആ പോയിന്റുകളൊക്കെ ബൈ ഹാർട്ട് പഠിക്കണം. പരീക്ഷയ്ക്ക് വന്നു കഴിഞ്ഞാൽ നമുക്ക് എഴുതേണ്ടുന്നതാണ്. ഇപ്പം നമ്മൾ നോക്കിക്കഴിഞ്ഞാൽ ഈ എന്റർപ്രണർഷിപ്പ് ഡെവലപ്മെന്റ് എല്ലാ സ്ഥലങ്ങളിലും ഒരേപോലെയല്ല. പ്രത്യേകിച്ച് ദ എന്റർപ്രണറിയൽ ഡെവലപ്മെന്റ് ഈസ് slow, very slow in underdeveloped and developing countries. ഇവിടെ രാജ്യങ്ങൾ എടുത്തു കഴിഞ്ഞാൽ നമുക്കറിയാം മൂന്ന് തരത്തിലുള്ള രാജ്യങ്ങളാണ്. ഡെവലപ്ഡ് കൺട്രീസ് ഉണ്ട്, അണ്ടർ ഡെവലപ്ഡ് കൺട്രീസ് ഉണ്ട്, ഡെവലപ്പിംഗ് കൺട്രീസ് ഉണ്ട്. നമ്മുടെ രാജ്യം ഒരു ഡെവലപ്പിംഗ് കൺട്രിയാണ്. ഇത്തരം രാജ്യങ്ങളിലുള്ള എന്റർപ്രണർഷിപ്പ് ഡെവലപ്മെന്റിന്റെ സ്പീഡ്, അതിൻ്റെ പുരോഗതി നമുക്ക് മനസ്സിലാകും. ഈ അണ്ടർ ഡെവലപ്ഡ് കൺട്രീസിലും ഡെവലപ്പിംഗ് കൺട്രീസിലും ഈ എന്റർപ്രണർഷിപ്പ് ഡെവലപ്മെന്റ്, വ്യവസായ സ്ഥാപനങ്ങളുടെ സെറ്റപ്പും അതിന് തയ്യാറായി വരുന്ന ആൾക്കാരുടെ എണ്ണവും ഒക്കെ കുറവാണ് മറ്റ് അഡ്വാൻസ്ഡ് കൺട്രീസുമായിട്ട് നമ്മൾ കമ്പയർ ചെയ്യുമ്പോൾ. ഇതിന് പ്രധാനപ്പെട്ട കാരണം due to the presence of several factors or obstacles ആണ്. കാരണം അതിന് ഒരുപാട് ഘടകങ്ങളും മറ്റ് ഘടകങ്ങളും തടസ്സങ്ങളും ഒക്കെ ഉണ്ട് ഈ അണ്ടർ ഡെവലപ്ഡ് കൺട്രീസിലും ഡെവലപ്ഡ് കൺട്രീസിലും. ഇപ്പോൾ അഡ്വാൻസ്ഡ് കൺട്രീസിൽ നമ്മൾ നോക്കിക്കഴിഞ്ഞാൽ നമുക്ക് നല്ലൊരു അറ്റ്മോസ്ഫിയർ, ഒരു ഐഡിയൽ അറ്റ്മോസ്ഫിയർ ഫോർ ദ എന്റർപ്രണർഷിപ്പ് ഡെവലപ്മെന്റ് ഉണ്ട്. എന്റർപ്രണർ സെറ്റപ്പ് ചെയ്യുന്നതിനൊക്കെ വേണ്ടിയിട്ടുള്ള നല്ല ഒരു സാഹചര്യം ഈ ഡെവലപ്ഡ് കൺട്രീസിൽ അല്ലെങ്കിൽ അഡ്വാൻസ്ഡ് കൺട്രീസിലൊക്കെ നമുക്ക് കാണാൻ സാധിക്കും. അത്തരത്തിലുള്ളൊരു പരിസ്ഥിതി അല്ലെങ്കിൽ സാഹചര്യം നമ്മളുടെ ഡെവലപ്ഡ് കൺട്രീസിൽ, അണ്ടർ ഡെവലപ്ഡ് കൺട്രീസിലും ഡെവലപ്പിംഗ് കൺട്രീസിലും നമുക്ക് കാണാൻ പറ്റുന്നില്ല. In developing countries, majority of the entrepreneurs are imitating entrepreneurs. And the imitating entrepreneurs are those entrepreneurs who start or imitate other entrepreneurs. മറ്റു എന്റർപ്രണർ ചെയ്യുന്ന പോലെ കാര്യങ്ങൾ ചെയ്യുന്ന, മറ്റു സ്ഥലങ്ങളിൽ സെറ്റപ്പ് ചെയ്തിരിക്കുന്ന പോലെയുള്ള ബിസിനസ്സുകൾ തുടങ്ങുന്ന ആൾക്കാരെ നമ്മൾ വിളിക്കുന്ന പേരാണ് ഇമിറ്റേറ്റിംഗ് എന്റർപ്രണേഴ്സ് എന്ന് പറയുക. അപ്പൊ ഇങ്ങനെയുള്ള ഇമിറ്റേറ്റിംഗ് എന്റർപ്രണേഴ്സിൽ നമ്മുടെ എക്കോണമിയിൽ cannot bring much economic prosperity and growth. To bring much economic prosperity and growth,
we should have innovating entrepreneurs. ഇന്നോവേറ്റിംഗ് എൻ്റർപ്രണേഴ്സ് വേണം. പുതിയ കാര്യങ്ങൾ, ആരും ചെയ്യാത്ത കാര്യങ്ങൾ ചെയ്യുന്ന എൻ്റർപ്രണേഴ്സ് ഉണ്ടാവണം. എന്നാൽ മാത്രമേ നമുക്ക് രാജ്യത്തിന് അതുകൊണ്ട് ഗ്രോത്ത് അല്ലെങ്കിൽ പ്രോസ്പെരിറ്റി ഉണ്ടാവും. അപ്പോൾ ഈ മെജോറിറ്റി ഓഫ് ദ അൺഡെവലപ്ഡ് ആൻഡ് ഡെവലപ്പിംഗ് കൺട്രീസ് we can see only imitating entrepreneurs who imitate the entrepreneurial activities which are undertaken in other countries. ഈ ഗുണർ മൈർഡൽ എന്നുള്ളൊരു എക്കണോമിസ്റ്റ് ഹാസ് rightly pointed out that the Asian countries, Asian society lack entrepreneurship. ഏഷ്യൻ സൊസൈറ്റിയിൽ പൊതുവെ എൻ്റർപ്രണർഷിപ്പ് കുറവാണെന്നാണ് അയാൾ കണ്ടെത്തിയത്. ഇറ്റ് ഈസ് നോട്ട് ബിക്കോസ് ദേ ലാക്ക് മണി ഓർ റോ മെറ്റീരിയൽ. ദേ ഹാവ് സഫിഷ്യൻറ്റ് മണി ആൻഡ് റോ മെറ്റീരിയൽ. അതില്ലാത്തത് കൊണ്ടല്ല നമ്മുടെ എൻ്റർപ്രണർഷിപ്പ് ഇത്തരം രാജ്യങ്ങളിൽ കുറവായി പോകുന്നത്. ബട്ട് ബിക്കോസ് ഓഫ് ദെയർ ആറ്റിറ്റ്യൂഡ്, അവരുടെ ആറ്റിറ്റ്യൂഡിൽ ഉണ്ടാകുന്ന കുറവ് കൊണ്ട്, ഈ എൻ്റർപ്രണർഷിപ്പിനോട് അവരുടെ ആറ്റിറ്റ്യൂഡ്, അവരുടെ താല്പര്യത്തിലുള്ള കുറവ് കൊണ്ടാണ് ഈ ഏഷ്യൻ കൺട്രീസിലെ എൻ്റർപ്രണർഷിപ്പ് കുറവ് എന്നാണ് ഇയാൾ പറഞ്ഞിരുന്നത്. ഒരുപാട് ഫാക്ടേഴ്സ് ഉണ്ട്. ദർ ആർ എ നമ്പർ ഓഫ് ഫാക്ടേഴ്സ് ഓർ നമ്പർ ഓഫ് ഒബ്സ്റ്റക്കിൾസ് വിച്ച് ഇൻഹിബിറ്റ് or which restrict the development of entrepreneurs in the underdeveloped countries. ഒരുപാട് ഘടകങ്ങളുണ്ട് നമ്മുടെ അണ്ടർ ഡെവലപ്ഡ് കൺട്രീസിൽ. നമ്മൾ ഈ എൻ്റർപ്രണേഴ്സിൻ്റെ ഡെവലപ്മെൻറ്റിനെ തടസ്സപ്പെടുത്തുന്ന അല്ലെങ്കിൽ അതിനെ ബാധിക്കുന്ന ഒരുപാട് ഘടകങ്ങളുണ്ട്. അതിൽ പ്രധാനപ്പെട്ട ഘടകങ്ങളെ സംബന്ധിച്ചാണ് നമ്മൾ ഈ ക്ലാസ്സിൽ നമ്മൾ ഡിസ്കസ് ചെയ്യുന്നത്. ഈ ഘടകങ്ങളെ നമുക്ക് can be classified into 3 category. 3 കാറ്റഗറി ആയിട്ട് നമുക്ക് ഈ ഘടകങ്ങളെ the obstacles inhibiting entrepreneurshipനെ അല്ലെങ്കിൽ barriers to entrepreneurshipനെ can be classified mainly into 3 category. 3 കാറ്റഗറി ആയിട്ടാണ് നമ്മൾ തരംതിരിക്കുന്നത്. ഒന്നാമത്തത് എൻവയോൺമെന്റൽ ബാരിയേഴ്സ്, സറൗണ്ടിങ് ബാരിയേഴ്സ് എന്ന് പറയും. ഒരു എൻ്റർപ്രണറുടെ ചുറ്റുപാടുമുള്ള ഘടകങ്ങളുടെ തടസ്സം, അതിനെ നമ്മൾ വിളിക്കുന്ന പേരാണ് എൻവയോൺമെന്റൽ ബാരിയേഴ്സ് എന്ന് പറയാം. രണ്ടാമത്തത് പേഴ്സണൽ ബാരിയേഴ്സ് ആണ്, വ്യക്തിപരമായ തടസ്സങ്ങൾ, വ്യക്തിസംബന്ധമായ തടസ്സങ്ങൾ, അതിനെ നമ്മൾ വിളിക്കുന്ന പേഴ്സണൽ ബാരിയേഴ്സ് എന്നും. മൂന്നാമത്തത് നമ്മളുടെ സോഷ്യൽ ബാരിയേഴ്സ് എന്നും നമുക്ക് 3ആയിട്ട് നമുക്ക് എന്ത് ചെയ്യാം, തരംതിരിക്കാം. ഇപ്പോൾ എൻ്റർപ്രണറെ പിന്നോട്ട് വലിക്കുന്ന, എൻ്റർപ്രണർ ഡെവലപ്മെൻറ്റിനെ തടസ്സപ്പെടുത്തുന്ന, അതിൻ്റെ പുരോഗതിയെ കുറയ്ക്കുന്ന പല ഘടകങ്ങളുണ്ട്. ആ ഘടകങ്ങൾ നമ്മൾ പ്രധാനമായിട്ട് 3 കാറ്റഗറി ആയിട്ടാണ് നമ്മൾ തരംതിരിക്കുന്നത്. ഫസ്റ്റ് വൺ എൻവയോൺമെന്റൽ ബാരിയേഴ്സ്, സെക്കൻഡ് വൺ പേഴ്സണൽ ബാരിയേഴ്സ് ആൻഡ് തേർഡ് വൺ സോഷ്യൽ ബാരിയേഴ്സ്. നമുക്ക് പ്രധാനപ്പെട്ട എൻവയോൺമെന്റൽ ബാരിയേഴ്സ് എന്തൊക്കെയാണ്? അപ്പോൾ ഞാൻ പറഞ്ഞല്ലോ, എൻവയോൺമെന്റ് എന്ന് പറഞ്ഞാൽ ദ അറ്റ്മോസ്ഫിയർ ഓർ ദ സറൗണ്ടിങ്സ് വിത്തിൻ വിച്ച് എൻ എൻ്റർപ്രണർ വർക്ക്. അതിനെ നമ്മൾ വിളിക്കുന്ന പേരാണ് എന്ത്, എൻ്റർപ്രണേറിയൽ എൻവയോൺമെന്റ് എന്നൊക്കെ വേണമെങ്കിൽ പറയാം. നമ്മളുടെ ചുറ്റുപാട്, ഏത് ചുറ്റുപാടിലാണോ നമ്മുടെ എൻ്റർപ്രണർ പ്രവർത്തിക്കുന്നത്, ആ ചുറ്റുപാടിൻ്റെ പല പ്രശ്നങ്ങൾ കൊണ്ടും പ്രോബ്ലംസ് കൊണ്ട് നമ്മുടെ ബിസിനസ് സെറ്റപ്പ് ചെയ്യാൻ മുന്നോട്ട് വരാതെയാവാം, അല്ലെങ്കിൽ നമ്മൾ പരാജയപ്പെടാം. അപ്പോൾ ഇത്തരത്തിലുള്ള ഘടകങ്ങളെ, തടസ്സങ്ങളെ നമ്മൾ വിളിക്കുന്ന പേരാണ് എൻവയോൺമെന്റൽ ബാരിയേഴ്സ്. പ്രധാനപ്പെട്ട ചില എൻവയോൺമെന്റൽ ബാരിയേഴ്സ് മാത്രമേ നമ്മളിവിടെ ഡിസ്കസ് ചെയ്യുന്നുള്ളൂ. അതിനെ വളരെ സിമ്പിളാണ്. അതുകൊണ്ട് തന്നെ യു കനോട്ട് എക്സ്പെക്ട് എ മച്ച് ഡിസ്കഷൻ ഓൺ ദ എൻവയോൺമെന്റൽ ആൻഡ് അതർ ബാരിയേഴ്സ്. ദ ഫസ്റ്റ് ഇമ്പോർട്ടൻറ്റ് ബാരിയർ ഈസ് ദ നോൺ അവൈലബിലിറ്റി ഓഫ് റോ മെറ്റീരിയൽ. This is very crucial, especially during peak seasons. നമുക്ക് ബിസിനസ്സിന് വളരെ പ്രധാനപ്പെട്ട ഒരു സാധനമാണ് നമ്മുടെ
റോ മെറ്റീരിയലൊക്കെ കൃത്യമായി നമുക്ക് ലഭിക്കണം. റോ മെറ്റീരിയലൊന്നും കൃത്യമായി ലഭിക്കുന്നില്ല എങ്കിൽ നമുക്ക് നമ്മളുടെ ബിസിനസ് നടത്തിക്കൊണ്ടുപോകാൻ വളരെ ബുദ്ധിമുട്ടാണ്. അപ്പോൾ ദർ ഷുഡ് ബി എ correct and timely availability of raw material at a moderate price. ന്യായമായ വിലയ്ക്ക് നമുക്ക് കൃത്യസമയത്ത് നമുക്ക് ആവശ്യമായ റോ മെറ്റീരിയലൊക്കെ ലഭിക്കുമെങ്കിൽ മാത്രമേ we can make our business organization and a success. പക്ഷേ in majority of the underdeveloped and developing countries there is a shortage of raw material, or what is called non-availability of raw material, and this happens to be one of the obstacle inhibiting the entrepreneurship in such countries. അത്തരത്തിലുള്ള രാജ്യത്ത് എന്റർപ്രണർഷിപ്പിനെ തടയുന്ന ഒരു പ്രധാനപ്പെട്ട ബാരിയറായിട്ടാണ് തടസ്സമായിട്ടാണ് നമ്മൾ ഉണ്ടാകുന്നത്. So when there is non-availability of raw material, what will happen is that it will lead to competition for raw material. If sufficient raw materials are not available, it will lead to competition for raw material. ഇപ്പോൾ ഒരേ റോ മെറ്റീരിയൽ ഉപയോഗിക്കുന്ന കുറേ ബിസിനസ് സ്ഥാപനങ്ങൾ ഉണ്ടാകും. ഇപ്പോൾ റോ മെറ്റീരിയലിൻ്റെ ലഭ്യത കുറവാണ് എങ്കിൽ ഈ റോ മെറ്റീരിയലിന് വേണ്ടിയിട്ട് നമുക്ക് കോമ്പറ്റീഷൻ ഉണ്ടാകും ബിസിനസ്സിനിടയ്ക്ക്. When there is a competition, it is quite natural that it will increase the price of raw material. റോ മെറ്റീരിയലിൻ്റെ പ്രൈസ് വർദ്ധിക്കും. When the raw material price increases, the problem will become more severe. കൂടുതൽ ബുദ്ധിമുട്ടാകും. റോ മെറ്റീരിയലിൻ്റെ വില കൂടുമ്പോൾ ഓട്ടോമാറ്റിക്കലായിട്ട് നമുക്ക് നമ്മളുടെ പ്രൊഡക്റ്റിൻ്റെയൊക്കെ വില കൂട്ടേണ്ടി വരും. ആൻഡ് ഇറ്റ് വിൽ ബി വെരി ക്രൂഷ്യൽ ഇഫ് ദർ ആർ ആൾട്ടർനേറ്റീവ് ഗുഡ്സ് ഓർ സർവീസസ് അവൈലബിൾ ഇൻ ദ മാർക്കറ്റ്. മാർക്കറ്റിൽ ഇതിന് പകരമായി ഉപയോഗിക്കാവുന്ന സാധനങ്ങളും സേവനങ്ങളൊക്കെ ലഭ്യമാകുന്ന ഒരു സാഹചര്യത്തിൽ ഈ പ്രശ്നം നമ്മളെ വല്ലാതെ ബാധിക്കും. കാരണം അമിത വില കൊടുത്ത് നമ്മൾ റോ മെറ്റീരിയൽ വാങ്ങി നമ്മൾ ഉൽപ്പന്നങ്ങൾ ഉണ്ടാക്കി കഴിഞ്ഞാൽ ആ ഉൽപ്പന്നങ്ങൾ വാങ്ങാൻ ആളുണ്ടാവില്ല. സോ ദിസ് ഈസ് ദ ഫസ്റ്റ് ബാരിയർ, എൻവയോൺമെന്റൽ ബാരിയർ. സെക്കൻഡ് ബാരിയർ ഈസ് lack of skilled labor. Labor means workers engaged in production activities are usually called by the name labor. Labor is very important for an organization. Efficient and skilled labor is very essential for the success of an organization. നമ്മൾ റിസോഴ്സസിനെ പറ്റി പഠിച്ചാൽ നിങ്ങൾക്കറിയാം. All other resources are physical resources. പണം, മെഷീനറി ഒക്കെ physical resources ആണ്. The use of physical resources is done by human resources. Physical അല്ലാത്ത ഒരേ ഒരു റിസോഴ്സസ് ഹ്യൂമൻ റിസോഴ്സസ്. Without human resources, we can do nothing on physical resources. അതുകൊണ്ട് തന്നെ human resources is considered to be the most important resources in any organization. എല്ലാ ഓർഗനൈസേഷൻ വളരെ പ്രധാനപ്പെട്ട ഒരു റിസോഴ്സസ് ആയിട്ടാണ് നമ്മൾ ഹ്യൂമൻ റിസോഴ്സസ് ഉണ്ടാകുക. അപ്പോൾ നല്ല ഹ്യൂമൻ റിസോഴ്സസ് ഇല്ല എങ്കിൽ നമ്മുടെ റോ മെറ്റീരിയൽ അവിടെ കിടക്കും, പണം അവിടെ കിടക്കും, എല്ലാം കിടക്കും. അപ്പോൾ ഇത് ഒക്കെ കൃത്യമായി ഉൽപ്പന്നങ്ങൾ ഉൽപ്പാദനം നടത്തണമെന്നുണ്ടെങ്കിൽ അതിന് അത്യാവശ്യമാണ് നമ്മുടെ ഹ്യൂമൻ റിസോഴ്സസ്. സോ വി ഷുഡ് ഹാവ്, എവരി ഓർഗനൈസേഷൻ ഷുഡ് ഹാവ് എ ഡിസൈഡ് മാൻ പവർ എന്നാ പറയുക. ഹ്യൂമൻ റിസോഴ്സിനെ നമ്മൾ വിളിക്കുന്ന പേര് മാൻ പവർ എന്നാ പറയുക. So every organization should have a desired manpower for the running of a business organization. But in majority of the cases, unfortunately, desired manpower may not be available in a organization. പല സ്ഥാപനങ്ങളിലും
നമുക്ക് ഈ ഡിസൈഡ് മാൻ പവർ നമുക്ക് ലഭ്യമാകാതെ വരാം, അല്ലെങ്കിൽ കിട്ടാതെ വരാം. ഇങ്ങനെ ഉണ്ടാവുകയാണെങ്കിൽ if the desired manpower is not available, then it will affect the running of a business organization. And in majority of the organization, we can see that there will be lack of skilled labor, low commitment to the organization, poor loyalty of employee in an organization. ഇതൊക്കെ കാണാം നമുക്ക്. ഉത്തരവാദിത്തമില്ലായ്മ, സ്ഥാപനത്തിനോട് കൂറില്ലായ്മ, സ്ഥാപനത്തിനോട് ഇഷ്ടമില്ലാത്ത ആൾക്കാരൊക്കെയാണ് നമ്മൾ പല ഓർഗനൈസേഷനിലും കാണാം. ഇഫ് there is organization, in such a case the organization cannot succeed. So whenever an entrepreneur is going to or thinking to start a business organization, he will definitely look into the availability of skilled and good manpower. If skilled or good manpower is not available, he may withdraw from the desire of setting up of a business organization. നോക്കുക നമുക്ക് ആൾക്കാരെയൊക്കെ കൃത്യമായി കിട്ടുമോ എന്നൊക്കെ. അങ്ങനെ കിട്ടുന്നില്ല എങ്കിൽ സ്വാഭാവികമായും അയാളുടെ ആ ഉദ്ദേശത്തിൽ നിന്ന് അവർ പിന്മാറാൻ സാധ്യതയുണ്ട്. സോ ദിസ് ഈസ് ദ സെക്കൻഡ് environmental barriers. The third one is lack of good machinery. Good machinery is very essential for the production of goods, and you know that nowadays we are having rapid technological development. What do you mean rapid technological development? What we feel to be good today will not be good tomorrow. Technical changes brings massive change in the method of production and equipments. This is called rapid technological development. വളരെ പെട്ടെന്നാണ് ഈ ടെക്നോളജി മാറുന്നത്. ഇന്ന് നല്ലത് എന്ന് തോന്നുന്ന ഒരു മെഷീൻ നാളെ ഒബ്സൊലീറ്റ് ആവും. നാളെ അതിനേക്കാൾ നല്ലൊരു മെഷീനറി വന്നിട്ടുണ്ടാവും. So as the machines etc. become obsolete very soon, then what we will have to do is that we have to replace them with a new one. നമ്മളതിനെ മാറ്റേണ്ടി വരും, പുതിയത് കൊണ്ട് നമ്മൾ മാറ്റേണ്ടി വരും. എന്നാൽ മാത്രമേ we can survive in the market. All other entrepreneurs are changing their machine to a good machine, and you are still going on with the old machine, you will not be able to compete with others. And you also should change into good machine. നല്ല പുതിയ മെഷീനിലേക്ക് കൊണ്ടുവരണം. ഇപ്പം നെയ്ത്തിൻ്റെ ഒക്കെ കാര്യത്തിൽ നമുക്ക് സംഭവിച്ചത് അതാണ്. നമ്മൾ പഴയ നെയ്ത്ത് കൈകൊണ്ട് നെയ്യുന്ന ഉൽപ്പന്നങ്ങളൊക്കെ നമ്മൾ ഉൽപ്പാദിപ്പിക്കുമ്പോൾ മറ്റുള്ളവരെ യന്ത്രസഹായത്താൽ പ്രവർത്തിക്കുന്ന ഈ പറഞ്ഞ ലൂമ്, പവർ ലൂം ഒക്കെ ഉപയോഗിച്ച് പ്രൊഡ്യൂസ് ചെയ്യുമ്പോൾ അവരുടെ ഉൽപ്പന്നത്തിൻ്റെ എണ്ണത്തിനും അതിൻ്റെ ക്വാളിറ്റിക്കും അനുസരിച്ച് പിടിച്ചു നിൽക്കാൻ നമുക്ക് സാധിക്കില്ല. ഇപ്പോൾ ഒരു മെഷീനറി ഒരു ദിവസം ആയിരക്കണക്കിന് മീറ്റർ ഉൽപ്പന്നങ്ങൾ അല്ലെങ്കിൽ തുണികൾ പ്രൊഡ്യൂസ് ചെയ്യുമ്പോൾ നമ്മളൊരു സാധാരണ നെയ്ത്തുകാരന് ചിലപ്പോൾ 1-2 മീറ്റർ മാത്രമേ പ്രൊഡ്യൂസ് ചെയ്യാൻ പറ്റൂ. So when you are using good machine, what will happen is that you will be able to, when you are using a modern machine, what will be the benefit is that you will be able to produce a large quantity of products at a cheap or low cost. Then the person using the old machine will not be able to compete. This is crucial, especially in the case of small entrepreneurs. ചെറുകിട എൻ്റർപ്രണേഴ്സ് സംബന്ധിച്ചിട്ട് വലിയ പൈസയും വലിയ പണവും ഒന്നും ഇല്ലാത്ത ചെറിയ ബിസിനസ് സ്ഥാപനങ്ങൾ തുടങ്ങുന്ന അല്ലെങ്കിൽ നടത്തിക്കൊണ്ടു പോകുന്ന എൻ്റർപ്രണേഴ്സ് സംബന്ധിച്ചിടത്തോളം ഇത് വളരെ ക്രൂഷ്യലായ ഒരു പ്രശ്നമാണ്. ബിക്കോസ് the small entrepreneurs will find it very difficult to get
large amount of cash for installing modern machineries. പുതിയ മെഷീനറികളൊക്കെ ഇൻസ്റ്റാൾ ചെയ്യാൻ പണമൊക്കെ ലഭ്യമാക്കുക എന്ന് പറഞ്ഞാൽ അവർക്ക് ബുദ്ധിമുട്ടാണ്. സോ ദിസ് ഈസ് ദ തേർഡ് barriers, environmental barriers to entrepreneurship. Another crucial barrier, what is called lack of infrastructure. What do you mean infrastructure? Business need infrastructure. The facilities for running the business. Major infrastructural facilities required for a business organization include land, building, adequate and cheap power, proper transportation, water, drainage facilities, etc. etc. ഒരു ബിസിനസ്സിന് ഒരുപാട് ഇൻഫ്രാസ്ട്രക്ചർ ഫെസിലിറ്റി വേണം, സ്ഥലം വേണം, ബിൽഡിംഗ് ഉണ്ടാവണം, നമ്മുടെ യന്ത്രങ്ങളൊക്കെ പ്രവർത്തിപ്പിക്കുന്നതിന് ആവശ്യമായ ഇലക്ട്രിസിറ്റി വേണം, അതിന് നമ്മൾ പവർ എന്ന് പറയുക. അതും ആവശ്യത്തിന് ലഭിക്കുകയും വേണം, വലിയ വിലയില്ലാതെ നമുക്ക് കിട്ടുകയും വേണം. പ്രോപ്പർ ട്രാൻസ്പോർട്ടേഷൻ ഫെസിലിറ്റീസ് വേണം, നമ്മുടെ ഉൽപ്പന്നങ്ങളും റോ മെറ്റീരിയലൊക്കെ കൊണ്ടുപോകാനും കൊണ്ടുവരാനൊക്കെ ഉള്ള സംവിധാനം വേണം. വാട്ടർ, ഡ്രെയിനേജ് ഫെസിലിറ്റി, ഇതൊക്കെയാണ് നമ്മുടെ ഒരു രാജ്യത്ത് ഉണ്ടാവേണ്ടുന്ന, ഒരു സ്ഥലത്ത് ഉണ്ടാവേണ്ടുന്ന ഇൻഫ്രാസ്ട്രക്ചർ ഫെസിലിറ്റീസ്. ഈ ഫെസിലിറ്റിയൊക്കെ ഒരു ബിസിനസ്മാനെ സ്വന്തമായി ക്രിയേറ്റ് ചെയ്യുക എന്ന് പറഞ്ഞാൽ ഇറ്റ് ഈസ് നോട്ട് പോസിബിൾ. ഒരു ബിസിനസ്മാന് ഈ ഫെസിലിറ്റികളൊക്കെ സ്വന്തമായി തുടങ്ങിയിട്ട് നമ്മുടെ ബിസിനസ് തുടങ്ങുക എന്ന് പറഞ്ഞാൽ അത് പോസിബിൾ അല്ല. സോ ഇറ്റ് ഷുഡ് ബി ക്രിയേറ്റഡ് ബൈ സം അതർ പേഴ്സൺ or the state should create such facilities. So it is the responsibility of the state to create the infrastructural facilities. You know that in an underdeveloped countries, the condition of these facilities are very poor. അണ്ടർഡെവലപ്ഡ് കൺട്രീസിൽ, അതുപോലെ തന്നെ ഡെവലപ്പിംഗ് കൺട്രീസിൽ ഇത്തരത്തിലുള്ള ഫെസിലിറ്റികളൊക്കെ വളരെ കുറവാണ്. സോ ദ ലാക്ക് ഓഫ് ദീസ് ഫെസിലിറ്റീസ് വിൽ inhibit the entrepreneurs from starting up of a business organization. അല്ലെങ്കിൽ അവരെ തടസ്സപ്പെടുത്തും ഈ പറഞ്ഞ ബിസിനസ്സുകളൊക്കെ തുടങ്ങുന്നതിൽ നിന്ന് അവർക്ക് തടസ്സപ്പെടും. ഒരു ബിസിനസ് തുടങ്ങാൻ ഉദ്ദേശിക്കുന്നയാൾക്ക് അതിനാവശ്യമായ ബിൽഡിങ്ങും ലാൻഡും അതിനാവശ്യമായ പവറും മറ്റ് ട്രാൻസ്പോർട്ടേഷൻ ഫെസിലിറ്റിയൊന്നും ലഭ്യമല്ല എങ്കിൽ he will not start a business organization. So see, this is another barrier. Next barrier, underdeveloped countries ഒക്കെ വളരെ ക്രൂഷ്യൽ ആയിട്ടുള്ള ഒരു ബാരിയർ ആണ് ലാക്ക് ഓഫ് ഫണ്ട്. എല്ലാവർക്കും അറിയാം, ഫണ്ട് എന്നത് ഒരു ഇമ്പോർട്ടൻ്റ് കോമ്പണൻ്റ് ആണ് സക്സസ്ഫുൾ റണ്ണിങ് ഓഫ് ബിസിനസ്സിന്. ബിസിനസ് വിജയകരമായി നടത്തിക്കൊണ്ടുപോകുന്നതിന് വളരെ പ്രധാനപ്പെട്ട ഒരു കോമ്പണൻ്റ് ആണ് ഫണ്ട്. ലൈഫ് ബ്ലഡ് ഓഫ് ബിസിനസ് എന്നൊക്കെയാണ് ഞാൻ വിളിക്കുന്നത് ഫണ്ടിനെ. കാരണം മറ്റെല്ലാ റിസോഴ്സസും എന്ത് തന്നെ നമുക്ക് ചെയ്യണമെങ്കിൽ അതിനൊക്കെ നമുക്ക് പണം വേണം. ഇറ്റ് ഈസ് നോട്ട് പ്രാക്ടിക്കബിൾ. സോ യൂഷ്വലി ഇറ്റ് ഈസ് നോട്ട് പ്രാക്ടിക്കബിൾ ദാറ്റ് entrepreneur should bring money by himself. ഒരു ബിസിനസ്സിന് ആവശ്യമായ പണം മുഴുവൻ എന്റർപ്രണർ സ്വന്തം കൊണ്ടുവരണമെന്ന് പറയുന്നതിൽ അർത്ഥമില്ല. അങ്ങനെയല്ല ചെയ്യുന്നതും. എന്റർപ്രണേഴ്സിൻ്റെ അടുത്തും പലപ്പോഴും പൈസ ഉണ്ടാവില്ല, കുറച്ച് പൈസ ഉണ്ടാവും. ബട്ട് ഈ വിൽ ഹാവ് ദ എബിലിറ്റി ടു അറേഞ്ച് ഫണ്ട് ഉണ്ടാവണം, എവിടെന്നെങ്കിലൊക്കെ സംഘടിപ്പിക്കണം. ഇതിൻ്റെ തുടക്കത്തിൽ ഞാൻ ഡെഫിനേഷനിൽ പറഞ്ഞിട്ടുണ്ട്, എന്റർപ്രണർ എന്ന് പറഞ്ഞാൽ ഒരു ക്യാപിറ്റലിസ്റ്റ് അല്ല, പണം കൊണ്ടിരുന്ന ആളല്ല, അയാൾ പണം കണ്ടെത്തുന്നയാളാണ്. ഇറ്റ് ഈസ് നോട്ട് നെസസറി ദാറ്റ് ദ എന്റർപ്രണർ ഹിംസെൽഫ് ഷുഡ് ഇൻവെസ്റ്റ് മണി. അയാൾ തന്നെ ഇൻവെസ്റ്റ് ചെയ്യണമെന്നില്ല, അയാൾക്ക് കപ്പാസിറ്റി ഉണ്ടായാൽ മതി. പല ആൾക്കാർക്കും പല എന്റർപ്രണേഴ്സിനും പണം ഉണ്ടാവില്ല, അവർ കണ്ടെത്തുക ചെയ്യുക. അപ്പോൾ നമുക്ക് ടു സ്റ്റാർട്ട് എ ബിസിനസ് ഓർഗനൈസേഷൻ വി വിൽ ബി ഏബിൾ ടു റേസ് ദ നെസസറി ഫണ്ട് ഫ്രം വേരിയസ് സോഴ്സസ്. പല മാർഗങ്ങളിൽ നിന്ന് നമ്മുടെ ബിസിനസ്സിന് ആവശ്യമായ പണം നമ്മൾ കണ്ടെത്തണം. സാധാരണ ഒരു എന്റർപ്രണർ അവർക്ക് ആവശ്യമായ ഫണ്ടുകൾ കണ്ടെത്തുക പല മാർഗങ്ങൾ ഉണ്ടാവാം.
ഒന്ന് അയാളുടെ സ്വന്തം സമ്പാദ്യം ഉണ്ടാവാം. ഹി മേ ബോറോ ഫ്രം ഫ്രണ്ട്സ് ആൻഡ് റിലേറ്റീവ്സ്. അയാളുടെ സുഹൃത്തുക്കളിൽ നിന്നും ബന്ധുക്കളിൽ നിന്നൊക്കെ അയാൾ കടം വാങ്ങാം. ആൻഡ് ഹി മേ ബോറോ മണി ഫ്രം ബാങ്ക്സ് ആൻഡ് അതർ ഫിനാൻഷ്യൽ ഇൻസ്റ്റിറ്റ്യൂഷൻസ്. അതൊരു പ്രധാനപ്പെട്ട മാർഗമാണ്. സ്വന്തം സേവിങ്സും സുഹൃത്തുക്കളിൽ നിന്നും റിലേറ്റീവിൽ നിന്നൊക്കെ കടം വാങ്ങുന്നതിന് പരിധിയുണ്ട്. സാധാരണയായിട്ട് എന്റർപ്രണേഴ്സ് ഈ ബാങ്കുകളിൽ നിന്നും മറ്റ് ഫിനാൻഷ്യൽ ഇൻസ്റ്റിറ്റ്യൂഷൻസിൽ നിന്നും പണം കടമെടുക്കുകയാണ് നോക്കുക. ആൻഡ് വി ക്യാൻ സീ ദാറ്റ് there are many people who like to start a entrepreneurial activity but do not enter into entrepreneurial activities because of lack of fund. ഒരു സ്ഥാപനം തുടങ്ങാൻ ആഗ്രഹിക്കുന്ന ആൾക്കാരും ഒരുപാട് ആൾക്കാരുണ്ട്. പക്ഷെ അവർ സ്ഥാപനം തുടങ്ങുന്നില്ല. അതിനുള്ള താല്പര്യമില്ലായിട്ടോ അത് നടത്തിക്കൊണ്ടു പോകാനുള്ള കഴിവില്ലാത്തത് കൊണ്ടോ അല്ല, ബിക്കോസ് ഓഫ് ലാക്ക് ഓഫ് ഫണ്ട്. അതിനാവശ്യമായ പണം ലഭിക്കാത്തത് കൊണ്ട് സ്ഥാപനം തുടങ്ങാത്തതും നടത്തിക്കൊണ്ടുപോകാൻ സ്ഥാപനം തുടങ്ങുന്നതിൽ എന്റർപ്രണറിയൽ ആക്ടിവിറ്റിയിൽ ഏർപ്പെടാതിരിക്കുന്ന ഒരുപാട് ആൾക്കാരെ നമുക്ക് കാണാം. In underdeveloped countries, the problem is that the banks and other financial institutions are not friendly to these entrepreneurs. Entrepreneurs friendly അല്ല, and they are not giving adequate support to entrepreneurs. They are giving loan to other purposes, but they are reluctant to give loans and advances to entrepreneurs, especially new and small entrepreneurs. ചെറിയ പുതിയ എന്റർപ്രണേഴ്സിനൊക്കെ പണം കടം കൊടുക്കാൻ പലപ്പോഴും ഈ ബാങ്കുകൾക്കും ഫിനാൻഷ്യൽ ഇൻസ്റ്റിറ്റ്യൂഷൻസിനൊക്കെ മടിയാണ്. വിജയിച്ച വലിയ എന്റർപ്രണേഴ്സിനൊക്കെ അവർ കടം കൊടുക്കും. പക്ഷെ ചെറുകിട ഒരു പുതിയ സംരംഭം തുടങ്ങാൻ വരുന്ന ഒരു പുതിയ ആൾക്ക് ഒന്നും അവർക്ക് പണം കൊടുക്കാൻ റിലക്റ്റൻ്റ് ആണ് ഈ പറഞ്ഞിരിക്കുന്ന ബാങ്ക്സ് ആൻഡ് ഫിനാൻഷ്യൽ ഇൻസ്റ്റിറ്റ്യൂഷൻ. അതിന് പല കാരണങ്ങളുണ്ടാകും. അതിലിപ്പോൾ ഒരു കാരണം, ഒരു പുതിയൊരു എന്റർപ്രണർ അയാൾക്ക് ഈ ഫിനാൻസ് ലോണുകളൊക്കെ കിട്ടണമെന്നുണ്ടെങ്കിൽ സെക്യൂരിറ്റി ഒന്നും കൊടുക്കാനൊന്നും ചിലപ്പോൾ ഉണ്ടാവില്ല. അപ്പം അത്തരം സാഹചര്യങ്ങളിൽ ഇറ്റ് വിൽ ബി ക്രൂഷ്യൽ ഫോർ സച്ച് പേഴ്സൺസ് ടു ഗെറ്റ് ഫിനാൻഷ്യൽ അസിസ്റ്റൻസ് ഫ്രം ബാങ്ക്സ് ആൻഡ് അതർ ഫിനാൻഷ്യൽ ഇൻസ്റ്റിറ്റ്യൂഷൻസ്. ഇത് നമ്മുടെ ഒരു മേജർ ഫാക്ടറാണ് ഹിൻഡറിങ് ടു ദ ഗ്രോത്ത് ഓഫ് എന്റർപ്രണർഷിപ്പ്. നമ്മുടെ എന്റർപ്രണർഷിപ്പിൻ്റെ പുരോഗതിയെ തടസ്സപ്പെടുത്തുന്ന ഒരു പ്രധാനപ്പെട്ട ഒരു ഫാക്ടറാണെന്ന് ഈ പറയുന്ന ലാക്ക് ഓഫ് ഫണ്ട്. ഫണ്ട് ഈസ് വെരി എസെൻഷ്യൽ. ഇതൊക്കെയാണ് പ്രധാനപ്പെട്ട എൻവയോൺമെന്റൽ ബാരിയേഴ്സ്. നോൺ അവൈലബിലിറ്റി ഓഫ് റോ മെറ്റീരിയൽ, ലാക്ക് ഓഫ് സ്കിൽഡ് ലേബർ, ലാക്ക് ഓഫ് ഗുഡ് മെഷീനറി, ലാക്ക് ഓഫ് ഇൻഫ്രാസ്ട്രക്ചർ ആൻഡ് ലാക്ക് ഓഫ് ഫണ്ട്. ഇതല്ലാതെ മറ്റ് ഘടകങ്ങളില്ല എന്ന് പറയുന്നില്ല. മറ്റ് ഘടകങ്ങളുണ്ട്. അതർ എൻവയോൺമെന്റൽ ഫാക്ടേഴ്സ് ഉണ്ട്. ലാക്ക് ഓഫ് ബിസിനസ് എഡ്യൂക്കേഷൻ ഒരു ഘടകമാണ്. ബിസിനസ്സിനെ പറ്റിയിട്ടുള്ള അറിവില്ലായ്മ, എങ്ങനെ ബിസിനസ് തുടങ്ങണം, എങ്ങനെ ബിസിനസ് നടത്തിക്കൊണ്ടുപോകണം, എങ്ങനെ ബിസിനസ് മാനേജ് ചെയ്യണം എന്നതിനെ പറ്റിയൊക്കെ ഉള്ള അറിവില്ലായ്മ. ദെൻ ലാക്ക് ഓഫ് മോട്ടിവേഷൻ ഫ്രം ഗവൺമെന്റിൽ നിന്ന് ആവശ്യമായ മോട്ടിവേഷൻ ഇല്ലായ്മ. കറപ്ഷൻ ഇൻ അഡ്മിനിസ്ട്രേഷനിലെ കറപ്ഷൻ. എന്റർപ്രണർക്ക് സർക്കാരിൻ്റെയും ഉദ്യോഗസ്ഥരുടെയും ഒരുപാട് ആവശ്യങ്ങളുണ്ടാകും. അയാൾക്ക് ലൈസൻസ് കിട്ടേണ്ടി വരും. അങ്ങനെയുള്ള ഒരുപാട് പരിപാടികൾ നടത്തണം എന്റർപ്രണർ. അപ്പം ഇങ്ങനെ നടത്തുമ്പോൾ ഹി വിൽ ബി റിക്വയർഡ് ടു ഗോ ടു ഗവൺമെൻറ് ഓഫീസസ്. And in majority, the corruption is the major feature of government administration especially in developing and underdeveloped countries. Then in high cost of production cost കൂടുതലാണ് ഈ രാജ്യങ്ങളിൽ. ഇതൊക്കെ ഇങ്ങനെയുള്ള മറ്റ് ഘടകങ്ങളും നമ്മളുടെ എന്റർപ്രണർഷിപ്പ് ഡെവലപ്മെന്റിനെ ഇത്തരം രാജ്യങ്ങളിൽ തടസ്സപ്പെടുത്തുന്നുണ്ട്. അപ്പോൾ ഇതൊക്കെയാണ് നമ്മുടെ എൻവയോൺമെന്റൽ ബാരിയർ. നെക്സ്റ്റ് വി ആർ ഗോയിങ് ടു എ സെക്കൻഡ് ടൈപ്പ് ഓഫ് ബാരിയർ, വാട്ട് ഇസ് കോൾഡ് പേഴ്സണൽ ബാരിയർ.
പേഴ്സണൽ ബാരിയേഴ്സ് എന്ന് പറഞ്ഞാൽ ആർ ദോസ് ബാരിയേഴ്സ് വിച്ച് ആർ കോസ്ഡ് ബൈ ഇമോഷണൽ ബ്ലോക്സ് ഓഫ് എൻ ഇൻഡിവിജ്വൽ. നമ്മുടെ മാനസികമായ ബ്ലോക്ക്, തടസ്സങ്ങൾ കൊണ്ട് ഉണ്ടാവുന്ന ബാരിയേഴ്സിനെ നമ്മൾ വിളിക്കുന്ന പേരാണ് പേഴ്സണൽ ബാരിയേഴ്സ് എന്ന് വിളിക്കുക. അവർ മൈൻഡ് റെസ്ട്രിക്റ്റ് us ഫ്രം എൻറ്ററിങ് ഇൻ ടു ദിസ് ടൈപ്പ് ഓഫ് ആക്ടിവിറ്റി. നമുക്ക് താല്പര്യം ഉണ്ടായിരുന്നു, പക്ഷെ നമ്മുടെ മനസ്സ് ഇത്തരം പ്രവർത്തനങ്ങളിൽ ഏർപ്പെടാൻ നമ്മളെ തടയുന്നു, നമുക്ക് താല്പര്യക്കുറവുണ്ടാക്കുന്നു. ഇത്തരത്തിലുള്ള തടസ്സങ്ങൾ, obstacles, will lead to failure of business. You should have an interest. If your mind restricts you from entering into and running a business organization, definitely it is quite that it will result in the failure of a business. To my opinion, this is more important. Even though you have money, etc., etc., your mind is restricting you, then it will lead to failure. നമുക്ക് ചില, ഞാൻ നേരത്തെ പറഞ്ഞ പോലെ തന്നെ പ്രധാനപ്പെട്ട, ഇതല്ലാതെ മറ്റ് ഘടകങ്ങൾ ഉണ്ടാവാം, ഇല്ലാതെ ഞാൻ പറഞ്ഞിട്ടില്ല, പ്രധാനപ്പെട്ട ചില പേഴ്സണൽ ബാരിയേഴ്സ് എന്തൊക്കെയാണെന്ന് നോക്കാം. ഒന്നാമത്തെ പേഴ്സണൽ ബാരിയർ വരുന്നത് അൺവില്ലിങ്നെസ് ടു ഇൻവെസ്റ്റ് മണി. ഒരു പ്രധാനപ്പെട്ട ഘടകമാണ് വില്ലിങ്നെസ് ഉണ്ടാവണം, ഇൻവെസ്റ്റ് മണി. നമുക്ക് നോക്കിയാൽ അറിയാം, there are a number of people who have money with them. പണമുള്ള ഇഷ്ടം പോലെ ആൾക്കാരുണ്ട്. But still they do not come to entrepreneurship. ഇഷ്ടംപോലെ പണമുള്ള, ആവശ്യത്തിന് പണമുള്ള ഒരുപാട് ആൾക്കാരുണ്ട്. എന്നിരുന്നാലും അവരെന്ത് ചെയ്യുന്നില്ല, ഈ സ്ഥാപനങ്ങളൊക്കെ തുടങ്ങുന്നതിനുള്ള മേഖലകളിലേക്ക് അവർ വരുന്നില്ല. They are not willing to invest money in business. They are willing to invest money in some other places. They are ready to buy land. They are ready to deposit money in the bank, fixed deposit in the bank, but they are not ready to invest money in business. Why? Because they fear that money invested in business will be lost. ബിസിനസ്സിൽ പണം നിക്ഷേപിച്ചാൽ അത് നഷ്ടപ്പെട്ടു പോകുമെന്ന് അവർക്ക് അവരുടെ മനസ്സ് പറയുന്നു. അവരുടെ മനസ്സിൽ അങ്ങനെയാണ് ഒരു ധാരണ. മറ്റു മേഖലകളിൽ ഒക്കെ നമുക്ക് ഇൻവെസ്റ്റ് ചെയ്യുമ്പോഴും they are reluctant, they are not ready to invest money in business. That means they are not willing to take the risk of investing money in business. ആ റിസ്ക് ഏറ്റെടുക്കാൻ അവർ തയ്യാറല്ല. Because they think that running a business is too risky. അവർ മനസ്സിലാക്കുന്നത് ബിസിനസ് നടത്തുക എന്ന് പറഞ്ഞാൽ അത് വളരെ ബുദ്ധിമുട്ടുള്ളതും റിസ്ക് ഉള്ള ഒരു മേഖലയായിട്ടാണ് അവർ കണക്കാക്കുന്നത്. So even though people have money, they will not come to the entrepreneurship. So this is the first personal barriers to entrepreneurship. Second one, important one, lack of confidence. Many of the people think that they lack what it takes to become a entrepreneur, and they believe that they will not be able to do it. This is called by the name lack of confidence, and they even will not try to do it. Sometimes they may be able to do it, but they even does not try to do it because they believe that they are will not be able to do that particular activity. This is called by the lack of confidence. പല ആൾക്കാരും ഉണ്ട്, ചെയ്യാനൊക്കെ സാധിക്കും, പക്ഷെ എന്നിരുന്നാലും അവര് മനസ്സ് പറയും, അല്ലെങ്കിൽ അവർ മനസ്സിൽ മുൻകൂട്ടി തീരുമാനിച്ചു വെച്ചിട്ടുണ്ട്, എനിക്കിത് പറ്റില്ല, and they even will not try it. Such persons can never succeed.
You should do thing. You should try to do thing. When you do thing, only then you will be able to succeed. If you does not do thing, you never will be able to succeed. ചെയ്യണം കാര്യങ്ങൾ. ചെയ്യാൻ മുന്നോട്ട് വന്നാൽ മാത്രമേ നമുക്ക് വിജയിക്കാൻ പറ്റൂ. നമ്മൾ ചെയ്യാതിരുന്നു കഴിഞ്ഞാൽ ഒരിക്കലും നിങ്ങൾക്ക് എന്ത് ചെയ്യാൻ പറ്റില്ല, വിജയിക്കാൻ പറ്റില്ല. ഇവരുടെ പ്രശ്നം എന്താണെന്ന് വെച്ചാൽ ദേ ലുക്ക് അറ്റ് സക്സസ്ഫുൾ എന്റർപ്രണേഴ്സ്. അവർ വിജയിച്ച എന്റർപ്രണേഴ്സിനൊക്കെ പറ്റി അറിയും. ആൻഡ് തിങ്ക് ദാറ്റ് they could never be able to find successful ideas. വിജയിച്ച എന്റർപ്രണേഴ്സിനെ സംബന്ധിച്ചൊക്കെ അവർ കേൾക്കുകയും അന്വേഷിക്കുകയൊക്കെ ചെയ്യുന്നുണ്ട്. പക്ഷെ അവർ വിചാരിക്കുന്നതെന്ന് വെച്ചാൽ നമുക്കിതൊന്നും സാധിക്കില്ല എന്ന് വിചാരിക്കുന്ന ആൾക്കാർ. ഇറ്റ് ഈസ് കോൾഡ് വെരി ലാക്ക് ഓഫ് കോൺഫിഡൻസ്. ഇവർ വിചാരിക്കുന്നത് they will not be able to attract resources. They could not master all the necessary skills. ബിസിനസ് നടത്തിക്കൊണ്ടു പോകുന്നതിനുള്ള എല്ലാ കഴിവുകളും നേടാൻ സാധിക്കില്ല. ബിസിനസ്സിന് ആവശ്യമായ റിസോഴ്സസ് ഒക്കെ എന്താ പറയുക കൂട്ടിച്ചേർക്കാൻ കണ്ടെത്താൻ എനിക്ക് ആവില്ല എന്നാണ് അവർ ചിന്തിക്കുന്നത്. ആൻഡ് ദിസ് വിൽ റെസ്ട്രിക്റ്റ് എ പേഴ്സൺ ഫ്രം ബിക്കമിങ് എൻ എന്റർപ്രണർ. ഓർ ദീസ് ടൈപ്പ് ഓഫ് പീപ്പിൾ വിൽ ബി റിലക്റ്റന്റ് ടു ബിക്കം എ എന്റർപ്രണർ. ഇതാണ് നമ്മുടെ അടുത്ത ഒരു ബാരിയർ. സെക്കൻഡ് വൺ, ലാക്ക് ഓഫ് മോട്ടിവേഷൻ. മോട്ടിവേഷൻ വളരെ പ്രധാനമാണ്. ഡ്രൈവ് ടു ഡു വർക്ക്, അതിനെ നമ്മൾ വിളിക്കുന്ന പേരാണ് മോട്ടിവേഷൻ എന്ന് പറയുക. Whenever an individual start a new venture or new business, he is filled with enthusiasm and drive to achieve success. ഒരു ബിസിനസ് തുടങ്ങുമ്പോൾ അയാൾക്ക് ആകാംക്ഷയും വിജയം നേടാനുള്ള ആ ത്വരയും ഉണ്ടാകും. But when he faces some challenges in real business or behavior loss, അയാൾ നമ്മുടെ ബിസിനസ്സിൽ എന്തെങ്കിലും പ്രശ്നങ്ങൾ വന്നു വിട്ടാൽ, ചെറിയ പ്രശ്നങ്ങളൊക്കെ വന്നു വിട്ടാൽ, അല്ലെങ്കിൽ എന്തെങ്കിലും ചെറിയ നഷ്ടങ്ങൾ വന്നാൽ, ഓർ ഇഫ് ഹീസ് ഐഡിയ ഡു നോട്ട് വർക്ക്, അയാളുടെ ഐഡിയ വർക്ക് ചെയ്യാതായിപ്പോയാൽ, ഹീ ലൂസസ് ഇൻട്രസ്റ്റ് ഓർ വാട്ട് ഈസ് കോൾഡ് മോട്ടിവേഷൻ. അയാളുടെ താല്പര്യം അയാൾക്ക് നഷ്ടപ്പെടും. വെൻ interest or motivation is lost, this causes further loss of business and entrepreneurs start withdrawing from himself from the mainstream of competition. താല്പര്യം ഇല്ലാണ്ടാകുമ്പോൾ ആൾക്ക് തന്നെ തോന്നും ഇതിനെ കൊണ്ട് നടക്കാത്തൊരു കാര്യമാണ്. അങ്ങനെ അയാൾ നമ്മളുടെ പ്രധാനപ്പെട്ട എൻ്റർപ്രണേറിയൽ മേഖലകളിൽ നിന്ന് അയാൾ എന്ത് ചെയ്യും, വിഡ്രോ ചെയ്യും. So a failure should not take you back. ഒരു ഫെയിലിയർ നമുക്ക് നിങ്ങളെ പിന്നോട്ടടിക്കാൻ പാടില്ല. There are so many business organizations or so many big business organizations or entrepreneurs who suffered losses and failed. But the success of a business depends upon കമ്മിങ് ഫോർവേഡ് അഗെയിൻ ആൻഡ് അഗെയിൻ. ഒരുപാടുണ്ട്. ചെറിയ നഷ്ടങ്ങളൊക്കെ വരുമ്പോൾ, ചെറിയ പരാജയങ്ങളൊക്കെ വരുമ്പോൾ തിരിച്ചു പോകാൻ പാടില്ല. അതിൽ നിന്ന് മുന്നോട്ട് വരുമ്പോഴാണ് നമുക്ക് വിജയം ഉണ്ടാവുക. ലോകത്ത് വിജയിച്ച എല്ലാ എൻ്റർപ്രണേഴ്സും ഇങ്ങനെ മുമ്പേ പല പരാജയങ്ങളൊക്കെ അറിഞ്ഞ എൻ്റർപ്രണേഴ്സാണ്. കമ്മിങ് ഫോർവേഡ്, വീണ്ടും വീണ്ടും മുന്നോട്ട് വരിക. ഉദാഹരണത്തിന് പറഞ്ഞാൽ ഹെൻറി ഫോർഡിന്, ഫോർഡ് കമ്പനിയുടെ ലോകത്തെ ഏറ്റവും വലിയ ഓട്ടോമൊബൈൽ കമ്പനിയാണ് ഈ ഫോർഡ്. ഹി സ്റ്റാർട്ടഡ് ഹിസ് ഫസ്റ്റ് ഡിട്രോയിറ്റ് ഓട്ടോമൊബൈൽ കമ്പനി ആൻഡ് ദാറ്റ് കമ്പനി ഫെയിൽഡ് വിത്തിൻ 2 years ആഫ്റ്റർ ഇറ്റ് സ്റ്റാർട്ട്സ്. തുടങ്ങി 2 കൊല്ലത്തിനുള്ളിൽ അത് പരാജയപ്പെട്ടു. അയാളുടെ രണ്ടാമത് വീണ്ടും അയാൾ തുടങ്ങിയ ഒരു ഓട്ടോമൊബൈൽ കമ്പനി, അതും പരാജയപ്പെട്ടു. അങ്ങനെ പരാജയപ്പെട്ടപ്പോൾ അയാൾ മടങ്ങിപ്പോയിട്ടുണ്ടായിരുന്നുവെങ്കിൽ we may not have one of the biggest automobile company in the world.
He did not withdraw himself. In spite of these two failures, he started a third company. And that third company was a huge success. ഇതാണ് നമ്മളുടെ ഫൗണ്ടേഷൻ സക്സസ് വാസ് ഈസ് നീഡ് ഫോർ അച്ചീവ്മെന്റ് എന്നതിനെ വിളിക്കുക. നമ്മളുടെ പരാജയത്തിൽ നിന്ന് നമ്മൾ എന്ത് ചെയ്യരുത്, പിൻവലിയരുത്. നമ്മളത് വീണ്ടും വീണ്ടും ശ്രമിച്ചുകൊണ്ടേയിരിക്കണം. അപ്പം അങ്ങനെ ശ്രമിച്ചുകൊണ്ടിരിക്കുമ്പോൾ അതിന് നമുക്കൊന്ന് വേണം, മോട്ടിവേഷൻ വേണം. നെക്സ്റ്റ് വൺ, ലാക്ക് ഓഫ് പേഷ്യൻസ്. ഇത് പ്രത്യേകിച്ച് നമ്മുടെ യങ് എൻ്റർപ്രണേഴ്സിൻ്റെ ഇടയിലുള്ളൊരു പ്രധാനപ്പെട്ട പ്രശ്നമാണ് ലാക്ക് ഓഫ് പേഷ്യൻസ്. ദേ നീഡ് ക്വിക്ക് റിസൾട്ട്. ക്വിക്ക് റിസൾട്ട് വേണം, പെട്ടെന്ന് കിട്ടണം. They desire to achieve success in the first attempt or to become rich very soon. മോഡേൺ യൂത്തിൻ്റെ ഒരു പ്രധാനപ്പെട്ടത് ആദ്യം തന്നെ ജയിക്കണം. പ്രാവശ്യം പരാജയപ്പെട്ടാൽ പറ്റില്ല, ഫസ്റ്റ് തന്നെ പെട്ടെന്ന് തന്നെ പണക്കാരനാവണം. ഒരു ബിസിനസ്സിനെ സംബന്ധിച്ചിടത്തോളം ഇത് വലിയ ബുദ്ധിമുട്ടാണ്. യു ഷുഡ് ഹാവ് പേഷ്യൻസ്. നിങ്ങൾക്ക് പേഷ്യൻസ് ഉണ്ടാകും. വിജയം വരും. ബട്ട് ഇറ്റ് മേ ടേക്ക് ടൈം. യു വിൽ ഹാവ് ടു വെയിറ്റ് ടിൽ ദ സക്സസ് കംസ്. ബട്ട് മെജോറിറ്റി ഓഫ് ദ യങ് എന്റർപ്രണേഴ്സ് ഡസ് നോട്ട് ഹാവ് ദിസ് പേഷ്യൻസ്. ദേ വാണ്ട് ടു അച്ചീവ് ഇൻസ്റ്റന്റ് സക്സസ്. പെട്ടെന്ന് സക്സസ് വേണം. ആൻഡ് വെൻ സച്ച് ഡ്രീംസ് ഡു നോട്ട് കം ട്രൂ, definitely they lose interest. It will gradually drive to fail in business. പെട്ടെന്ന് വിജയം നേടാനുള്ള ആഗ്രഹം അതുണ്ടാവാൻ പാടില്ല. Sometimes in a business organization, in the beginning period, sometimes you may have a number of difficulties, you may have a number of problems, but you should wait. One day the business will become profitable or success. So you should have the patience to wait for the success. So this is the next barrier. Next one, inability to dream on. ഇങ്ങനെ പറഞ്ഞിരിക്കുന്നത്, think big, to achieve big, you should have the capacity to dream. നിങ്ങൾക്ക് ഡ്രീം ചെയ്യാനുള്ള കഴിവുണ്ട്. APJ Abdul Kalam പറഞ്ഞിട്ടുണ്ട്, ഡ്രീംസ് ആർ നോട്ട് തിങ്സ് വിച്ച് യു see in sleeping. Dreams are those which it does not allow you to sleep. സ്വപ്നം എന്ന് പറയുന്നത് ഉറക്കത്തിൽ കാണുന്ന ഒരു സാധനമല്ല. നിങ്ങളെ ഉറങ്ങാൻ അനുവദിക്കാത്ത ഇതിനെയാണ് നമ്മൾ ഡ്രീംസ് എന്ന് പറയുന്നത്. So the entrepreneur should have to dream big thing. When you dream big thing, we can achieve big thing. Those entrepreneurs who are short on vision become satisfied with what they achieve. എന്തെങ്കിലും കുറഞ്ഞ കാര്യങ്ങൾ കിട്ടാൻ വേണ്ടി മാത്രമാണ് നിങ്ങളുടെ താല്പര്യമെങ്കിൽ അത് കിട്ടുന്നതോടുകൂടി നിങ്ങളുടെ താല്പര്യം അവസാനിക്കും. നിങ്ങളുടെ ബിസിനസ് വലുതാക്കാനൊന്നും നിങ്ങൾ ആഗ്രഹിക്കില്ല. ബിക്കോസ് യു ആർ ഡ്രീമിങ് വെരി ലിറ്റിൽ. ദിവസം 1000 രൂപ കിട്ടിയാൽ മതി ഈ ബിസിനസ്സിൽ നിന്ന്. അത് കിട്ടിയാൽ നിങ്ങൾ അവസാനിപ്പിക്കും. ബിസിനസ്സിലുള്ള താല്പര്യം നിങ്ങൾക്ക് നഷ്ടപ്പെടും. അതുവഴി നിങ്ങളുടെ ബിസിനസ് അവസാനിക്കും. പക്ഷേ ബിസിനസ്സുകാർ എങ്ങനെയല്ല, ഭൂരിഭാഗം ബിസിനസ്സുകാർ അങ്ങനെയല്ല. ദേ വിൽ ബി ഡ്രീമിങ് ഹയർ ആൻഡ് ഹയർ. അപ്പം അങ്ങനെയുള്ളൊരു എബിലിറ്റി ഉണ്ടാവണം. എബിലിറ്റി ടു ഡ്രീം ഓർ തിങ്ക് ബിഗ് ഓർ അച്ചീവ് ബിഗ്. സോ ദീസ് ആർ some of the personal barriers inhibiting entrepreneurial development. Now we are going to the next part, what is called next factor, what is called social factors. ഇതും വളരെ പ്രധാനപ്പെട്ട ഒരു ഫാക്ടറാണ് ഇൻഹിബിറ്റിംഗ് എന്റർപ്രണർഷിപ്പ്.
This social attitude of the society, restrict many people even from thinking of starting a business. ഒരു ബിസിനസ് തുടങ്ങാനുള്ള ചിന്ത പോലും തടസ്സപ്പെടുത്തുന്ന ഒരു ഫാക്ടറാണ് ഈ സോഷ്യൽ ആറ്റിറ്റ്യൂഡ് എന്ന് പറയുന്നത്. പലപ്പോഴും എന്റർപ്രണേഴ്സിന് സോഷ്യൽ സപ്പോർട്ട് ലഭിക്കാറില്ല. ഇത്തരത്തിലുള്ള സപ്പോർട്ട് ലഭിക്കാതിരിക്കുമ്പോൾ ഇത് ഒരു വ്യക്തിക്ക് ഒരു ബിസിനസ് തുടങ്ങാൻ തന്നെ ഇഷ്ടമില്ലാത്തൊരു പ്രശ്നമായി മാറും. പ്രധാനമായിട്ട് രണ്ടെണ്ണേ ഉള്ളൂ. അതിലൊന്നാമത്തെ വരുന്നത് ലോ സ്റ്റാറ്റസ് ആണ്. ഈ അണ്ടർ ഡെവലപ്ഡ് കൺട്രീസിൽ ഈ എന്റർപ്രണേഴ്സിന്, എസ്പെഷ്യലി സ്മോൾ എന്റർപ്രൈസിന് വളരെ ലോ സ്റ്റാറ്റസ് ആണുള്ളത്. We have the belief that a person start a business because he got no other job, nothing to do other. അങ്ങനെ നമ്മൾ കണക്കാക്കുന്നത്. ബിസിനസ് തുടങ്ങുക എന്ന് പറഞ്ഞാൽ വേറൊന്നും ലഭിക്കാത്തത്, വേറൊന്നും ചെയ്യാൻ പറ്റാത്ത, വേറൊന്നും ലഭിക്കാത്ത ആൾക്കാരാണ് ബിസിനസ് തുടങ്ങുന്നതെന്നാണ് നമ്മൾ പൊതുവായിട്ട് നമുക്ക്, പ്രത്യേകിച്ച് നമ്മുടെ രാജ്യങ്ങളിലെ ഈ അണ്ടർ ഡെവലപ്ഡ് കൺട്രീസും ഡെവലപ്പിംഗ് കൺട്രീസിലുള്ള ധാരണകൾ. That means we have the low status of businessmen in the eyes of the society. And the society also think that businessmen or entrepreneurs are the people who exploit the society. നമ്മുടെ സൊസൈറ്റിയെ എക്സ്പ്ലോയിറ്റ് ചെയ്യുന്ന ആളായിട്ടാണ് നമ്മൾ ബിസിനസ്മാനെ നമ്മൾ കണക്കാക്കുന്നത്. ദിസ് attitude of the society towards entrepreneurship is not a positive. So people will be reluctant to start an entrepreneurship. Second one is the custom and tradition of people. We know that when you ask the students of the class, what do you want to become in future? Majority will say that they want to become get a job, or they want to do some profession like medicine, engineer, etc., etc. And a very few will like to become an entrepreneur, because majority of people want a white collar job. Even parents who are entrepreneurs would not like to their children to be entrepreneur. ഒരു ബിസിനസ്സുകാരൻ്റെ മകനെ പോലും അവർ ബിസിനസ്സുകാരനാക്കാൻ ആഗ്രഹിക്കില്ല. This attitude of the society also withdraw person from becoming entrepreneur. There's the lack of support. There will be a lack of support from society and family members. When I say that I want to start a business organization, even my family members will not support. So such a custom and tradition is prevailing even now in our country. So this will restrict, or this will be a barrier to entrepreneurship. And why these barriers happen? The reasons are many. An enthusiastic entrepreneur starts his venture with a determination, but generally ends up with a sick unit because of these barriers. താല്പര്യമുള്ള ആൾക്കാർ ബിസിനസ് തുടങ്ങും, പക്ഷെ അവസാനം അവരുടെ ബിസിനസ് പരാജയപ്പെടും. Incompetence of entrepreneur and entrepreneurial environmental factors both are responsible for his failure. ഇവിടെ എന്റർപ്രണറുടെ കഴിവ് കുറവും അതുപോലെ തന്നെ എൻവയോൺമെന്റൽ ഫാക്ടേഴ്സും രണ്ടും ഈ പരാജയത്തിന് കാരണമാണ്. Sometimes you may get money. Financial institutions nowadays financial institutions are ready to grant loans to entrepreneurs. But sometimes you may not get permission to commence the business. Problem. പണം ഉണ്ടായിട്ടുണ്ടാവും. You may have set up a business organization. You may not have get the permission.
This result in heavy interest and debt burden. ഒരു എൻ്റർപ്രണറെ സംബന്ധിച്ചിടത്തോളം പല സ്ഥലത്തും പണമൊക്കെ കണ്ടെത്തി ഒരു ബിസിനസ് തുടങ്ങി, അതിന് നടക്കാനുള്ള എന്താ പറയുക പെർമിഷൻ ഒന്നും ലഭിച്ചിട്ടില്ല എങ്കിൽ അത് അയാൾക്ക് ബുദ്ധിമുട്ടാണ്. Sometimes you may be required to wait for months to get power connection. ഇലക്ട്രിസിറ്റി കണക്ഷൻ ഒക്കെ കിട്ടാൻ ഒരുപാട് ബുദ്ധിമുട്ടുണ്ടാകും. Although the government has simplified the loan procedures to a great extent, but a majority of these decisions are in paper only. They are not become practice. ഗവൺമെൻറ് ഒരുപാട് മുൻകൈകൾ എടുക്കുന്നുണ്ട്. എൻ്റർപ്രണേഴ്സിന് അവർക്ക് ലൈസൻസും കാര്യങ്ങളൊക്കെ എളുപ്പത്തിൽ ലഭിക്കാനും പവർ കണക്ഷനൊക്കെ എളുപ്പത്തിൽ ലഭിക്കാനും ഇപ്പം പറയുന്ന സിംഗിൾ വിൻഡോ സ്കീം എന്നൊക്കെ പറഞ്ഞിട്ടുണ്ടായിരുന്നു. പണ്ട് കാലത്ത് ഒരു ബിസിനസ് തുടങ്ങണമെന്നുണ്ടെങ്കിൽ അയാൾ പല ഓഫീസുകളിൽ കയറി ഇറങ്ങേണ്ടി വരുന്ന ഒരവസ്ഥയുണ്ടായിരുന്നു. ഇപ്പോൾ ഒരു സിംഗിൾ വിൻഡോ സ്കീം ഗവൺമെൻറ് ഹാസ് ബീൻ ഇൻട്രൊഡ്യൂസ്. സോ യു വിൽ ഗെറ്റ് ഓൾ പെർമിഷൻസ് ഫ്രം വൺ പ്ലേസ്. എന്നിരുന്നാലും അതൊന്നും കൃത്യമായി പ്രാബല്യത്തിൽ വന്നിട്ടില്ല. And we can say that more and more industrial units are become sick industrial unit. കൃത്യമായി നടത്താൻ പറ്റാത്ത, ലാഭമൊന്നും ഉണ്ടാക്കാതെ നഷ്ടം ഉണ്ടാക്കുന്ന സ്ഥാപനങ്ങൾ നമ്മൾ വിളിക്കുന്നവരാണ് സിക്ക് ഇൻഡസ്ട്രിയൽ യൂണിറ്റ്. അതിൻ്റെ കണക്കെടുത്താൽ ഒരുപാട് ഇൻഡസ്ട്രിയൽ യൂണിറ്റ് സിക്ക് ആവുകയാണ്, തുടങ്ങിയിട്ട് പരാജയപ്പെട്ടു പോകുന്ന ഉണ്ട്. ഇതൊക്കെ ഓവർകം ചെയ്യണമെന്നുണ്ടെങ്കിൽ the right type of climate has to be generated in a country. അതിന് പറ്റിയൊരു സാഹചര്യം നമ്മൾ ക്രിയേറ്റ് ചെയ്യണം. അങ്ങനെ ഒരു സാഹചര്യം വന്നു കഴിഞ്ഞാൽ നമുക്ക് പ്രതീക്ഷിക്കാം എൻ്റർപ്രണർഷിപ്പ് വിൽ ഡെവലപ്പ് ഇൻ ബോത്ത് ഡെവലപ്പിംഗ് ആൻഡ് അണ്ടർ ഡെവലപ്ഡ് കൺട്രീസ്. ഞാൻ അടുത്തൊരു ഭാഗം കൂടി ഈ ക്ലാസ്സിൽ എടുക്കണമെന്ന് പ്ലാൻ ചെയ്തിരുന്നു, ക്വാളിറ്റീസ് ഓഫ് എ സക്സസ്ഫുൾ എൻ്റർപ്രണർ. പക്ഷേ സമയം ഇത്ര ആയതുകൊണ്ട് ദാറ്റ് വിൽ ബി ടേക്കൺ ഇൻ ദ നെക്സ്റ്റ് ക്ലാസ്. താങ്ക് യു. ഇതിൻ്റെ പോയിന്റുകളൊക്കെ നോട്ട് ചെയ്ത് വെക്കുക നിങ്ങളുടെ നോട്ട് ബുക്കിൽ. അടുത്ത ക്ലാസ്സിൽ കാണാം. ബൈ.